ഇതുവരെയായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞില്ലേ? ഷിൻചാൻ ഇപ്പൊ വരുമ്പോ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കും. അവൻ ഫ്രീ ഫയർ വരുമ്പോ ഡൗൺലോഡ് ആക്കി വെക്കെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയതാ. ഇപ്പൊ എത്തുമല്ലോ അവൻ. അയ്യാ വീട് മാറിപ്പോയി. അയ്യോ അത് കൊള്ളാലോ, ഏറിൽ കറങ്ങണ വണ്ടി. ഈ വണ്ടിക്ക് ഇങ്ങനെ സൂപ്പർ പവർ ഉണ്ടായിരുന്നു. നോക്കട്ടെ. കാവടി മേളം, കാവടി മേളം. പറയാൻ പറ്റല്ലേ? കൊള്ളാലേ വണ്ടി. ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ട ഗൈസ്. അപ്പൊ ഈ പവർഫുൾ സൈക്കിൾ നമ്മുടെ ആടെന്നറിയാവോ ഗൈസ്? നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ ആസ്മിൻ പ്രോന്റെയാണ് ചങ്ക് വണ്ടി. ചങ്ക് സൈക്കിള്, കിടല സൈക്കിളല്ലേ? ഇത്രയും പവറുള്ള സൈക്കിൾ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഗൈസ് കാണുന്നത്? ഇതിന് പവർഫുൾ സൈക്കിളാണ്, സൂപ്പർ സൈക്കിൾ. ഈ സൈക്കിൾ പിന്നെ ആർക്കൊക്കെ വേണമെന്നുള്ള ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഞാൻ ഗീവേ തരുന്നതാണ്. പിന്നെ നാസ്മിൻ ബ്രോക്കും അജ്മൽ ബ്രോക്കും ബിലാൽ ബ്രോ, റസ്വിൻ, റസാം, നസീം, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവർക്കും ഹായ് ബിഗ് ഹായ്. പിന്നെ വേറൊരു കിടലൻ കാര്യം പറയാറുണ്ട്. ഞാൻ ഇന്ന് മുതൽ ഫ്രീ ഫയർ കളിച്ചു തുടങ്ങും ഗൈസ്. നിങ്ങളുടെ കൂടെ. അപ്പൊ ദേ നമ്മുടെ ഫ്രാങ്കിളിനാണെങ്കിൽ എനിക്ക് വേണ്ടി ഫ്രീ ഫയർ ഡൗൺലോഡ് ആക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഫ്രീ ഫയർ ഡൗൺലോഡ് ആക്കി ഫ്രാങ്കിളിൻ ചില്ല് ചെയ്ത് കളിച്ചോണ്ടിരിക്കുവാണ് തോന്നുന്നു. ഫ്രാങ്കിളിനോട് ചോദിക്കട്ടെ, ഫ്രാങ്കിളിനെ എന്താ നമ്മുടെ ഫ്രീ ഫയർ സെറ്റായ? എടാ ഷിൻചാന് സെറ്റ് ആയില്ലടാ, ഇതുവരെയായിട്ട് സെറ്റ് ആയിട്ടില്ലടാ. ഞാൻ രാവിലെ മുതൽ ഡൗൺലോഡ് ആക്കാൻ നിക്കണേടാ. നെറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടടാ. ഇതുവരെയായിട്ടും ഡൗൺലോഡ് ആയിട്ടില്ല. നീ ഉണ്ടല്ലോ നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക അവരുടെ ഫ്രീ ഫയർ ഐഡി ഒക്കെ. അതിന്റെ നീ ആ ഫ്രീ ഫയർ ഐഡി ഒക്കെ നോക്കി വെച്ചേക്ക്. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ആക്കി പുതിയ ഫോണൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കളിച്ചു തുടങ്ങാടാ. എന്ത് പരിപാടി ഫ്രാങ്കിളെ പറഞ്ഞത്? ഞാൻ നൊബിതാനും ഡോറിമോനോടും മോട്ടു പട്ലോടൊക്കെ പറഞ്ഞായിരുന്നു. അവരെല്ലാരും ഫ്രീ ഫയർ ഡൗൺലോഡ് ആക്കി വെച്ച്. ഞങ്ങളാണെങ്കിൽ കിട്ടില്ല മാച്ച് കളിക്കാൻ ഓർത്തിരിക്കാന്ന്. ഇനി എന്ത് ചെയ്യും? ഞങ്ങളൊക്കെ ഒരു ടീമൊക്കെ ഉണ്ടാക്കാൻ ഓർത്തിരുന്നേച്ച് അതിന്റെ അകത്ത്. ഗൈസ് നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? പോരാത്തതിന് നിങ്ങളുടെ മറ്റേ ഫ്രീ ഫയർ ഐഡി ഒന്ന് കമന്റ് ചെയ്യോ, നമുക്ക് പൊളിക്കാം ഗൈസ്. ആ ഫ്രാങ്കിളിനെ അങ്ങനെയാണ് ഞാൻ പോയി കിടക്കട്ടെ. ഫ്രാങ്കിളിനെ എന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു ഫ്രാങ്കിളിനെ. ഷിൻചാനെ നീ വന്ന വരെ നേരെ പോയി കിടക്കണ്ട. നീ ഒന്ന് കുളിച്ചിട്ടൊക്കെ കിടന്നാ പോയിടാ. കാരണം നിന്റെ മേത്ത് മൊത്തം അഴുകും പരിപാടിയൊക്കെയാ. നീ പോയി കുളിച്ചിട്ട് കിടക്ക, കട്ടില് വിഷയാക്കണ്ട. കുളിച്ചിട്ടൊക്കെ പോണോ? എനിക്ക് മടിയാണ് ഫ്രാങ്കിളിനെ കുളിക്കാൻ. ഞാൻ വേണേ പൂളി ചാടി കുളിക്കാം. പൂളി കുളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പൂളി ചാടി കുളിക്കാം, അതാണ് നല്ലത്. ഇതെന്ത് പണ്ടാരോ? ഒരു ഡോറോ? ആദ്യമായിട്ടുള്ള ഞാൻ ഇങ്ങനത്തെ ഒരു ഡോറ് കാണണം നമ്മുടെ പൂളിന്റെ അടിയിൽ. ഫ്രാങ്കിളിനോട് പറയാം, ഫ്രാങ്കിളിനെ അയ്യാ ഫ്രാങ്കിള്, നമ്മുടെ പൂളിന്റെ അടിയിലൊരു ഡോറ്. ഫ്രാങ്കിളിനെ ഇനി എനിക്ക് തോന്നിയതാണോ? ഫ്രാങ്കിൾ ചെന്ന് നോക്കി, ഒരു കിടിലം ഡോറ്. കിടിലം ഡോറ് ഫ്രാങ്കിൾ സെറ്റ് ചെയ്താണോ അത്? എടാ ഞാൻ സെറ്റ് ചെയ്യാണ്. എനിക്കെന്താ വല്ല പ്രാന്തുണ്ടാ? താഴെ പൂളിന്റെ താഴെ ഡോറാ. ഇവിടെ ഒരു ഡോറ് ഞാൻ കാണില്ലല്ലോ ഗൈസ്. ഇവിടെ ഒരു ഡോറും ഇല്ല. എവിടെയാണ്? ഓ ഗൈസ്, ദേ ഒരു ഡോറ്. ഈ ഡോറ് ഈ ഡോറിന്റെ പ്രത്യേകത കണ്ട ഗൈസ്. ഈ ഡോറിന് തുറക്കാനുള്ള ഈ സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ കീടാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കാണില്ലല്ലോ ഗൈസ് ഇവിടെ. അപ്പൊ കീടാതെ പിന്നെ എങ്ങനെ തുറക്കാൻ പറ്റും? ഈ പൂളാണെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. ഈ പൂൾ ഇങ്ങനെയൊന്നും അല്ല ഇരുന്നേ. ഇത് ഭയങ്കര ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഷിൻചാൻ ഞാൻ സെറ്റ് ചെയ്യൊന്നും അല്ലടേ. ഇത് എങ്ങനെ വന്നത് എനിക്ക് അറിയാൻ പാടില്ല ഷിൻചാൻ. ഇത് എന്റെ ബലമായ സംശയം മറ്റവൻ സീക്രട്ട് ഡോർ. എടാ സീക്രട്ട് ഡോറാ? നീ എന്തൊക്കെയാടാ ഷിൻചാൻ പിച്ചും ബേഗം പറയണത്? എടാ സീക്രട്ട് ഡോറൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര നാളായടാ. ഇതേതോ പണ്ടത്തെ ഏതോ സീക്രട്ട് ഡോറിന്റെ ഡോറ് വല്ല ആയിരിക്കൂടാ. ഇനി അതോ സീക്രട്ട് ഡോർ വല്ല ആയിരിക്കൂടാ ഷിൻചാൻ? എടാ എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ഫ്രാങ്കിളെ ഇത് സീക്രട്ട് ഡോർ തന്നെ. ഞാൻ ഒരു കാര്യം ചെയ്യാം ഫ്രാങ്കിളെ. ഞാൻ ഈ പൂള് ചുറ്റും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഫ്രാങ്കിളിൽ അങ്ങോട്ട് പോയി അന്വേഷിക്കും. ഞാൻ ഈ സൈഡ് മൊത്തം അന്വേഷിക്കാം. എന്തെങ്കിലും തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കും ഫ്രാങ്കിളിനെ. കാരണം ഈ സീക്രട്ട് ഡോർ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇതിൽ താക്കോലിട്ട് തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഹിന്റോ വല്ലതും ഇവിടെ എവിടെയെങ്കിലും കാണും ഫ്രാങ്കിളിനെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. എന്നിട്ട് സീക്രട്ട് ഡോർ എന്താണ് തപ്പി കണ്ടുപിടിക്കാം ഫ്രാങ്കിളിനെ. ആടാ ഷിൻചാനെ, ഞാൻ അങ്ങനെ നോക്കടാ. ഞാനാണ് ഇവിടെ ഒന്ന് കറങ്ങി നോക്കട്ടെ ഷിൻചാനെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടാ പറയാം. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോവാ. ഗൈസ് ഞാനാണ് ഇവിടെ മൊത്തം ഒന്ന് കറങ്ങട്ടെ. ഷിൻചാനാണെങ്കിൽ അപ്പുറ സൈഡ് മൊത്തം നോക്കും. ഞാൻ ഈ ചോപ്പിന്റെ കൂട്ടിലും ഇവിടെ ഒക്കെ നോക്കട്ടെ ഗൈസ്. എന്തെങ്കിലും ഒരു ഹിന്റ്
കിട്ടാതിരിക്കത്തില്ല ഗൈസ്. ഇവിടെ ഏതോ വല്ലതും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഞാൻ ഈ സൈഡും കൂടെയൊക്കെ നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ് ഒന്ന്. ഫ്രാങ്കിളാണെങ്കിൽ അവിടെയൊക്കെ തപ്പി നടക്കണുണ്ട്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ ഗൈസ്, ഇവിടെ മൊത്തം ഒന്ന് നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹിന്ദി കാണും ഗൈസ്, ഇവിടെ എവിടെയെങ്കിലൊക്കെ. അയ്യോ, ഞാൻ എവിടെ പോയി? അയ്യോ, ഈ പുല്ലിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റാതെ പോയല്ലോ. ഗൈസ് ഇതെന്താ ഗൈസ്? ഒരു പൂളിനോട് ചേർന്ന് ഒരു ബെഞ്ച്, ആ ബെഞ്ചിന്റെ പൊക്കത്ത് ഒരു പെട്ടിയല്ല, ഒരു മെഷീൻ. ആ മെഷീനിൽ എന്തോ ഒരു പേപ്പർ ഉണ്ടല്ലോ ഗൈസ്. പേപ്പർ എന്താണെന്ന് നോക്കട്ടെ. അയ്യോ, എനിക്കിത് വായിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, എന്റെ കണ്ണ് എത്തണില്ല. ഓ, കിട്ടി ഗൈസ്, കിട്ടി. ഇവിടെ നോക്കി കാണാൻ പറ്റും. ഞാൻ ഫ്രാങ്കിളിനെ വെക്കെന്ന് വിളിക്കട്ടെ ഗൈസ്. ഫ്രാങ്കിളിനെ ഇങ്ങോട്ട് വാ ഗൈസ്. ഷിൻചാനാണല്ലോ ഗൈസ് വിളിച്ചത്. ഷിൻചാന്റെ സൗണ്ട് അവിടെ നിന്ന് കേട്ടായിരുന്നല്ലോ. ഫ്രാങ്കിളിനെ വാ. ആ ദേ നിക്കണ് ഗൈസ് ഷിൻചാൻ. എടാ ഷിൻചാനെ, അല്ല എടാ ഷിൻചാനെ എന്താടാ വിളിച്ചത്? എടാ എന്തെങ്കിലും സാധനം കിട്ടിയാ? ഫ്രാങ്കിളിനെ കിട്ടിയോന്ന് ചോദിച്ചാ ഒരു സാധനം കിട്ടി ഫ്രാങ്കിളിനെ. ആ സൈഡിൽ ഇരിക്കണുണ്ട് ഒരു പേപ്പറും ഒരു മെഷീനും. ആ പേപ്പറിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫ്രാങ്കിളിനെ. എനിക്കാണ് നേരത്തെ വായിക്കാൻ പറ്റില്ല, അതിന് മുന്നെയാണ് ഫ്രാങ്കിളിനെ വിളിച്ചത്. എനിക്ക് ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വായിച്ചു നോക്കട്ടെ ഫ്രാങ്കിളിനെ, എന്തോ ഒരു ഹിന്റ് അതിന്റെ അകത്ത് ഉണ്ടെന്നാണ് ഫ്രാങ്കിളിനെ തോന്നണത്. ആടെ ഷിൻചാനെ സമയം കളയാതെ പോയി വായിച്ചിട്ട് എന്താ അതിന്റെ തൊള്ളേന്ന് പറഞ്ഞി. ഞാൻ പോയി വായിക്കട്ടെ. യോ എന്ത്? കംപ്ലീറ്റ് ദി ടാസ്ക് ടു ഓപ്പൺ ദി ഡോർ. ഒന്നാമത്തെ ടാസ്ക് സർവേ 50 മിനിറ്റ്സ് അണ്ടർ ദി വാട്ടർ. വെള്ളത്തിന്റെ അടിയിൽ 15 മിനിറ്റ് സർവേ ചെയ്യണമെന്ന്. അത് ഫ്രാങ്കിൾ ചെയ്തോളൂ. റിമൂവ് ഹെയർ ഫ്രം ഹെഡ്. അയ്യോ, മുടി തലേന്നെടുത്ത് മാറ്റണമെന്ന്. അയ്യോ, എന്റെ കിടല മുടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ശോകായിരിക്കും. അത് ഫ്രാങ്കിളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഫ്രാങ്കിളെ ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ. സ്ലാപ്പ് ജിമ്മി. അയ്യോ, ജിമ്മി ചേട്ടന് തല്ലണോന്നോ? അയ്യോ, ജിമ്മി ചേട്ടൻ ആരാന്നറിയാവോ? ജിമ്മി ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കിള് ചേട്ടന്റെ മോനാണ് ജിമ്മി ചേട്ടൻ. ജിമ്മി ചേട്ടൻ ഇച്ചിരി സീനാണ്. ജിമ്മി ചേട്ടന് തല്ലണോന്ന്. ഇത് മൂന്നും ഫ്രാങ്കിളിനോട് അറിയാം. ഫ്രാങ്കിളിന് ഞാൻ ടാസ്ക് 3 വായിച്ച്. സിമ്പിൾ ടാസ്കാ. ഒരെണ്ണം തന്നെ സർവേ 15 മിനിറ്റ് അണ്ടർ ദി വാട്ടർ. വെള്ളത്തിന്റെ അടിയിൽ 15 മിനിറ്റ് നമ്മൾ സർവേ ചെയ്യണം. അത് ഫ്രാങ്കിളെ കൊണ്ട് പറ്റും. റിമൂവ് ഹെയർ ഫ്രം ഹെഡ്. തലേന്ന് മുടിയെടുത്ത് മാറ്റണം. അതും ഫ്രാങ്കിളെ കൊണ്ട് പറ്റും. മൂന്നാമത്തെ ടാസ്ക് സ്ലാപ്പ് ജിമ്മി. ജിമ്മിയെ തല്ലണം. നമ്മുടെ മൈക്കിളണ്ണന്റെ മോനില്ലേ ജിമ്മി ചേട്ടൻ തല്ലണം. ജിമ്മി ചേട്ടൻ എന്നെക്കാളെ മൂത്തല്ലേ, അപ്പൊ ഞാൻ തല്ലണം മോശമല്ലേ? ഈ 3 ടാസ്കുകൾ. ഈ 3 ടാസ്ക് ഫ്രാങ്കിൾ അറ്റൻഡ് ചെയ്യത്തില്ലേ? ഓ എടാ, ഈ വള്ളി ടാസ്ക് ആയി പോയല്ലോ. 15 മിനിറ്റ് വെള്ളത്തിന്റെ ഇടയിലൊക്കെ നിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എടാ, മൂന്നാമത്തെ ടാസ്ക് ഒന്നും നോക്കണ്ട, 3-2 നോക്കണ്ട. ആദ്യത്തെ ടാസ്ക് വെള്ളത്തിന്റെ ഇടയിൽ ഞാൻ 15 മിനിറ്റ് നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടാസ്കിൽ തന്നെ ഞാൻ മരിച്ചു പോകുന്നതാണ് ഷിൻചാനെ തോന്നുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ അപ്പൊ തന്നെ പോലീസല്ല ആംബുലൻസിനെ വിളിച്ച് എന്നെ കൊണ്ടുപോകണോടാ ഹോസ്പിറ്റലിട്ട്. ഞാൻ ഫ്രാങ്കിൾ എന്തിനു പറ്റിക്കഴിഞ്ഞാൽ അപ്പ തന്നെ ആംബുലൻസിനെ വിളിച്ച് ഫ്രാങ്കിളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തോളാം. ഫ്രാങ്കിളാണെങ്കിൽ നേരെ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് 15 മിനിറ്റ് നിൽക്ക് ഫ്രാങ്കിളിനെ. ഓ ഗൈസ്, നമ്മുടെ ഫ്രാങ്കിളാണെങ്കിൽ ഫസ്റ്റ് ടാസ്ക് ആയി 15 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന ടാസ്ക് അറ്റൻഡ് ചെയ്ത് ഫ്രാങ്കിളിൻ വെള്ളത്തിന്റെ അടിയിലുണ്ട്. ഞാൻ ഫ്രാങ്കിളെ നോക്കട്ടെ ഗൈസ്. ഫ്രാങ്കിൾ ഇവിടെ അടിയിൽ എവിടെ ഉണ്ട് ഗൈസ്? ഞാൻ നോക്കട്ടെ കേട്ടോ. എന്ത് അതേ നിക്കട്ടെ ഗൈസ്. ഫ്രാങ്കിൾ വെള്ളത്തിന്റെ അടിയിൽ. ഫ്രാങ്കിളിനെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? വെള്ളത്തിന്റെ അടിയിലെ അനുഭവം എങ്ങനെയാണ്? എടാ കൊച്ചേറൊക്കെ ഒന്ന് ബിഡായിട്ടിരിക്കടാ. ഞാൻ ശ്വാസം പിടിച്ച് എങ്ങനെയോ നിക്കുവാടാ. വല്ല വായത് വല്ല കോവളെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ശ്വാസം പിടിച്ച് നിക്കുവാ. ഇതെന്ത് സാധനമാണ്? 2 അരിമണി എന്റെ ഫ്രണ്ടിൽ കൂടി പറന്നു പോടെ. എന്ത് സാധനമാണ്? ഡൊമക്സിലെ കൃമിയാണ് അത്. ഫ്രാങ്കിളിനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാനുണ്ട് കൂടെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഫ്രാങ്കിളിനെ അറ്റൻഡ്. തോക്കല്ലേ. ജയിച്ചിട്ടേ. 8 7 6 5 4 3 2 1 0. 15 മിനിറ്റ് ഫ്രാങ്കിൾ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്. ഫ്രാങ്കിൾ എണീറ്റ് വാ. അയ്യോ, ഫ്രാങ്കിൾ ചത്ത. അയ്യോ, ഫ്രാങ്കിൾ എണീറ്റ് വാ. ഫ്രാങ്കിൾ എണീറ്റ് വാ. അയ്യോ, ഫ്രാങ്കിളിനെ എണീറ്റ് വാ. അയ്യോ ഗൈസ്, ഫ്രാങ്കിൾ മരിച്ചു പോയെന്നാ ഗൈസ് തോന്നണത്. അയ്യോ, എന്ത് ചെയ്യൂ ഇനി? ഈ വെള്ളത്തിലേക്ക് ഇച്ചിരി മൂത്രം ഒഴിക്കാം. അപ്പൊ ഫ്രാങ്കിൾ എന്റെ മൂത്രത്തിന്റെ മണം കേട്ട് ചാടി വന്നാലോ? അത് നല്ല ഐഡിയ. വെള്ളത്തിൽ മൂത്രം ഒഴിക്കട്ടെ.
വെള്ളത്തിനടിന്ന് അനങ്ങാൻ പറ്റില്ല ഗൈസ്, വെള്ളത്തിനടിന്ന് അനങ്ങാൻ പറ്റില്ല. അയ്യോ അയ്യോ എന്തോ പറ്റിയല്ല ഗൈസ്, എനിക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അനങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. അയ്യോ ദേ ഗൈസ്, എനിക്ക് വെള്ളത്തിൽ സ്റ്റക്കായി നിൽക്കുവാണ് ഗൈസ്. എടാ ഷിൻചാനെ എടാ ഞാൻ സ്റ്റക്കായി നിൽക്കുവാടാ. എടാ സെക്കൻഡ് ടാസ്ക് എന്താന്ന് നീ പോയി അറ്റൻഡ് അല്ല, നീ അക്സെപ്റ്റ് ചെയ്യ് പോയിട്ട്. എടാ അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുമോ തോന്നലുള്ള. സെക്കൻഡ് ടാസ്ക് നീ വെക്കുന്നു പോയിട്ട് അക്സെപ്റ്റ് ചെയ്യടാ ഷിൻചാനെ. ഓ ഗൈസ്, ഫ്രാങ്കിളാണെങ്കിൽ അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. എന്നോട് ഫ്രാങ്കിൾ പറഞ്ഞ സെക്കൻഡ് ടാസ്ക് പോയി അക്സെപ്റ്റ് ചെയ്താലാണ് ഫ്രാങ്കിൾ അവിടെ അനങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഗൈസ് പറഞ്ഞത്. അയ്യോ ഞാനിപ്പോ അക്സെപ്റ്റ് ചെയ്യട്ടെ ഗൈസ്, അക്സെപ്റ്റ് ചെയ്യട്ടെ. ഞാൻ നേരെ ഓടിപ്പോട്ടെ. അയ്യോ ഓ സെക്കൻഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്രാങ്കിളിനെ മുടി മുറിക്കണോന്നാണ്. ഫ്രാങ്കിളിനെ മുടി മുറിക്കണോ സെക്കൻഡ് ടാസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യട്ടെ. എടാ മുടിയാ തലേ എന്താണല്ലോ മുറിക്കടാ, നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യടാ. എടാ എനിക്ക് വെള്ളത്തിൽ കിടന്ന് അടുത്തടാ ഞാൻ. ഓ ഞാനപ്പോ അക്സെപ്റ്റ് കൊടുക്കട്ടെ. ഓ ഗൈസ്, ഞാൻ അക്സെപ്റ്റ് കൊടുത്തപ്പോ ഫ്രാങ്കിളിനായിട്ട് ബീച്ച് ബാർബർ ഷോപ്പോ. ഓ ഫ്രാങ്കിളിനെ നമ്മളോട് അക്സെപ്റ്റ് കൊടുത്തപ്പോ നേരെ ഫ്രാങ്കിളിനായിട്ട് നമ്മൾ ഈ ബാർബർ ഷോപ്പിൽ വന്നേക്കണ. ഫ്രാങ്കിളിനെ ഇത് കൊള്ളാലോ. ഇങ്ങനെയാണ് നേരത്തെ അവിടെ സ്വിച്ച് നോക്കി നമുക്ക് എന്നും മുടി വെട്ടാൻ വേണ്ടി വരാൻ പറ്റുമായിരുന്നല്ലോ ഫ്രാങ്കിൾ. ഇത് കൊള്ളാലോ ഐഡിയ. എടാ മണ്ട ചിഞ്ചാൻ, എടാ ടാസ്ക് അല്ലേടാ, ആ ടാസ്കിനെ അക്സെപ്റ്റ് ചെയ്യണോടാ ഇങ്ങോട്ട് വന്നത്. ഡെയിലി ഒന്നും വരാൻ പറ്റില്ല. ബാ മുടി മുറിക്കണേ, മുടി മുറിക്കാം. മുടിയെങ്കിൽ മുടി ബാട് അകത്തേക്ക് വാ ഗൈസ്. ഞാനാണെ അകത്ത് വിട്ടത്, മുടി മുറിക്കട്ടെ. ഓ ചേച്ചി ഇപ്പൊ ഉണ്ടല്ലോ ചേച്ചി, എനിക്ക് മുടി പറ്റേ വെട്ടറ ചേച്ചി, പറ്റേ വെട്ടറ. അയ്യോ എവിടെ കയറി ഇരിക്കും? ഇവിടെ കയറി ഇരിക്കാം ഗൈസ്. ആ പുള്ളിക്കാരത്തി എന്റെ മുടി എന്ത് കാണിച്ച് വെട്ടി തരുവോ എന്തോ ഗൈസ്. ഹെയർ സ്റ്റൈൽ മുടി മൊട്ട. അയ്യോ എന്റെ മുടി, അയ്യോ ദേ മൊട്ടയടിക്കണം. ഓ ഗൈസ്, ആ പുള്ളിക്കാരത്തി എന്റെ മുടി മൊത്തം വെട്ടിക്കളയും ഗൈസ് ഇപ്പൊ. അയ്യോ എന്റെ പൊന്നേടാ ഷിജാനെ, എന്റെ മുടി നോക്കടാ, മുടി മൊത്തം പോയടാ. മൊട്ടത്തലയായടാ ഞാൻ, മൊട്ടത്തലയായി. അയ്യോ കംബാക്ക് എനി ടൈം ഇനി വന്നില്ല ഞാൻ ഇങ്ങോട്ട്. എടാ ഷിൻചാൻ എന്തിയെ? എടാ ഷിൻചാൻ നീ മുങ്ങിയാ? എടാ എന്റെ മുടി നോക്കിയടാ, എന്ത് പൂള ലുക്കാടാ എന്നെ കാണാൻ. ഫ്രാഗിളിനെ കാണാൻ എപ്പോഴും മുടുക്കം പയ്യനായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഈ ടാസ്കിലാണെങ്കിലും ഫ്രാങ്കിളെ മൊട്ടയടിച്ച് കണ്ടല്ലോ. നല്ല രസമുണ്ടെന്നാ. എടാ ഷിൻചാനെ അകത്തേക്ക് വാ, ഇങ്ങോട്ട് വാ, പുറത്തേക്ക് വാ ഗൈസ്. ഇത് കണ്ട ഗൈസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഞാൻ മൊട്ടയടിച്ചിരിക്കണം. എനിക്ക് എന്നെ കണ്ടിട്ട് ജൂനിയർ മാൻഡ്രാക്കിനെ പോലെ ഗൈസ് തോന്നണത്. എടാ ഷിൻചാൻ, എടാ ഇനി മൂന്നാമത്തെ ടാസ്ക് എന്തായാലും ഷിൻചാൻ ഇപ്പൊ 2 എണ്ണം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, 2 എണ്ണം നമ്മൾ കംപ്ലീറ്റും ചെയ്ത്. അപ്പടെ മൂന്നാമത്തെ ടാസ്ക് എന്തായാലും ഷിൻചാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നോ? ഞാൻ മൂന്നാമത്തെ ടാസ്ക് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. മൂന്നാമത്തെ ടാസ്ക് നമ്മുടെ മറ്റേ ഈ പുള്ളിയില്ലേ, നമ്മുടെ മൈക്കിളണ്ണന്റെ മോൻ, നമ്മുടെ ചിമ്മി മോനെ ഒന്ന് പോയി തലയടിച്ചങ്ങ് തിരിക്കണം. എടുത്തിരിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് തലോടണം. ചുമ്മാ തല്ലിയാ മതി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ചുമ്മാ പോയിട്ട് ജിമ്മി മോനെ ചുമ്മാ പോയി തള്ളിക്കഴിഞ്ഞാൽ 3 ടാസ്കും കംപ്ലീറ്റ് ആയി. നമുക്ക് ആ സീക്രട്ട് ഡോർ തുറക്കാൻ പറ്റും, ഫ്രാങ്കിളിനെ തുറക്കാൻ പറ്റും. ഇത്രേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് സിമ്പിൾ. എടാ ജിമ്മി ആണെങ്കിൽ ഇവിടെയുള്ള ജിമ്മിൽ എപ്പോഴും വരൂടാ. അവൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയാ. എടാ ഇപ്പൊ ഉച്ചയായിട്ടല്ലേ, അവൻ ഉച്ചക്ക് എപ്പോഴും ഇവിടുത്തെ ജിമ്മിൽ വരും. ഉച്ചക്ക് അവൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ, അതുകൊണ്ട് സീരിയല്ലടാ. നമുക്കാണ് ജിമ്മിൽ പോയിട്ട് നൈസായിട്ട് ഇപ്പഴാണ് എന്നെ കണ്ടാലും മനസ്സിലാവത്തില്ല, ഞാൻ ഫ്രാങ്കിളിലാന്ന് പോലും അവന് മനസ്സിലാവത്തില്ല. എടാ നമുക്ക് അവിടെ നൈസായിട്ട് തല വെച്ചൊരു ഒറ്റ അടി വെച്ചിട്ട് ഓടിക്കളിക്കാം. അത് നല്ല ഐഡിയ അല്ലേ? തലയിലടിച്ചിട്ട് ഓടിക്കളിക്കാന്ന് എന്തൊക്കെയാ ഫ്രാങ്കിളിനെ പറയണത്? ബൊട്ടയടിച്ചപ്പോ ബുദ്ധി പോയാ. ഫ്രാങ്കിളിനെ അങ്ങനെയല്ല, തലക്കിട്ടഴിച്ചിട്ട് ഓടിക്കളയാം, അങ്ങനെ പറ. എടാ ഷിൻചാനെ നീ കൂടുതൽ എന്നെ പഠിപ്പിക്കല്ലേ ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ ബീച്ചിന്റെ ഇവിടെ ഒരു ജിമ്മുണ്ട്. ചിലപ്പോൾ ജിമ്മിൽ കാണും, അല്ല ഇവിടെ എവിടെയെങ്കിലും കാണുക ചക്കൻ. ഞാൻ നോക്കട്ടെ ഗൈസ്, ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവന്റെ തലക്കിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് നമുക്കൊക്കെ ഓടാം ഗൈസ്. അപ്പൊ നമ്മുടെ 3rd ടാസ്കും കംപ്ലീറ്റ് ആവും ഗൈസ്. അപ്പൊ അവൻ എവിടെയുണ്ടെന്ന് ഞാനും നോക്കട്ടെ. ഇവിടെ നൈസായിട്ട് നിൽക്കാം, ഇവിടെ നൈസായിട്ട് നിന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒട്ടോ നോക്കട്ടെ ഒന്ന്. ഇന്ന് ജിമ്മില്ല ഇന്ന് അൽഫാമൊക്കെ അയച്ചിന്ന് പൊളിക്കണം. ഇന്ന് പപ്പേനോട് പറഞ്ഞ ജിമ്മിലെ ഫീസും കൊണ്ടുവന്നിട്ട് ഇന്ന് അൽഫാം കഴിച്ച് പൊളിക്കണം. പൊളി. ഓ ഗൈസ് നമ്മളാണ് ജിമ്മിനെ കണ്ടിട്ടുണ്ട്. ജിമ്മി അവിടെ ഇരുന്ന് ഭയങ്കര ഡാൻസ് കളിയാണ്. എടാ ഷിൻചാൻ എന്ന് ജിമ്മിനെ കണ്ടാ നീ? അവരവിടെ കണ്ട് ഭയങ്കര ഡാൻസ് കളിയാടാ. എടാ പാവപ്പെട്ടവനെ അടിക്കണോടാ. ഫ്രാങ്കിളിനെ അടിക്കണോന്നാ, പാവപ്പെട്ടനെ അടിക്കണോന്നാ. ഫ്രാങ്കിളിനെ പയ്യെ തൊട്ട്
കൊടുത്താൽ മതി, അടിക്കൊന്നും വേണ്ട, ചുമ്മാ തള്ളിയാ മതി ഫ്രാങ്കിളെ. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജിമ്മി മോനും കൊടുക്കാം ഫ്രാങ്കിളെ. അപ്പൊ കുഴപ്പമില്ല, അവൻ ഹാപ്പി ആവും. അല്ലെങ്കിൽ അവന് പപ്സോ ഷവർമ എല്ലാം മേടിച്ചു കൊടുത്താൽ അവൻ ഹാപ്പി ആയിരിക്കും. ഓ ഗൈസ്, അത് കറക്റ്റ് കാര്യമാണ്. ജിമ്മി മോൻ ഷവർമ എല്ലാം മേടിച്ചു കൊടുത്താൽ മതി. ഞാനാണ് നൈസായിട്ട് ഈ ഒരു പോട്ടെ, പിന്നെ എന്നെ കണ്ടാലും മനസ്സിലാവത്തില്ല ഗൈസ്. അവൻ ഇവിടുന്ന് നൈസായിട്ട് തലക്കോട്ട് അടി വെച്ച് കൊടുക്കാം ഗൈസ്. അയ്യോ ജിമ്മി മോനെ, ജിമ്മി മോന്റെ ബോധം പോയതാ തോന്നണ ഗൈസ്. ജിമ്മി മോന്റെ ബോധം പോയിട്ടുണ്ട്. എടാ ഷിൻചാനെ, എടാ ഓടറ ഷിൻചാനെ, ഓടറ. എടാ അല്ലെ മറ്റേ ഓടി എസ്കേപ്പ് ആണ് ഷിൻചാനെ. ഓടിത്തള്ളു. ഷിൻചാനാണ് പഴയ അതെ. ഇതെന്ത് മണ്ടാരിയത്? പിന്നെ സ്റ്റാച്ചോ, ജിമ്മി മോന്റെ സ്റ്റാച്ചോ അല്ലാണ് ഇത്. ഇതാരേത്? അയ്യോ എന്നെ പോലെ ഇരിക്കണല്ലേ ഇത്. എടാ ഷിൻചാൻ ഇത് നോക്കിയടാ, എന്നെ പോലെ ഇരിക്കണല്ലോ ഈ പുള്ള കണ്ടിട്ട്. ഈ പുള്ളിക്ക് ജീവനുണ്ടോ? ഈ പുള്ള കണ്ണക്കാനങ്ങളുണ്ടല്ലോ ഫ്രാങ്കിളെ, കറക്റ്റ് ഫ്രാങ്ക്ലിൻ. ഷിൻചാനെ ശരിയാണല്ലോ, പുള്ളിന്റെ കണ്ണക്കാനങ്ങളുണ്ടല്ലോ. എടാ ഡെമ്മി അല്ലായിരുന്ന ഇത്. അയ്യോ ചേട്ടാ, സോറി. എന്റെ പൊന്നെ, രണ്ടുപേരെ ഇത് തല്ലി കൊന്നത് ഈ ഷിൻചാൻ കാരണം. എന്റെ പൊന്നെ, ഞാനത് ഡെമ്മിയാണ്, ഏതോ ഒരു സ്റ്റാച്ചു ആന്ന് ഓർത്തിരിക്കുകയെന്ന് ഗീസ്. എന്നെ പോലെ ഇരിക്കണ ഒരു പുള്ളി. അയ്യോ, എല്ലാരും രണ്ടുപേരെ തലക്കടിച്ചിന്ന് കൊന്നിട്ടുണ്ട്. ചത്തട്ടില്ല, ബോധം പോക്കിയിട്ടുണ്ട്. നമ്മുടെ ഷിൻചാൻ എന്ത്? എടാ ഷിൻചാന് എന്തിയടാ നീ? ദേ വന്നെ ഷിൻചാൻ. എടാ നീ അടുത്തോങ്ങി തരാതെ ഓടി വന്നേടാ ഷിൻചാൻ, ഓടി വന്നേ നീ. ദേ ഓടി വരട്ടെ ഗൈസ്. ഷിൻചാൻ നമുക്ക് നേരെ എങ്ങനെയും വീട്ടിൽ പോണം. വീട്ടിൽ പോയിട്ട് സീക്രട്ട് ഡോർ തുറക്കണോടാ. ഇവിടെ നിന്ന പണിയിട്ട് പോലീസ് ആണെങ്കിൽ ഇപ്പൊ വരും ഇങ്ങോട്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓ ഗൈസ്, ഞാനും ഫ്രാങ്കിലും അങ്ങനെ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫ്രാങ്കിളാണ് ഇവിടെ നിൽക്കും. ഞാനാണെങ്കിൽ സീക്രട്ട് ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. കാരണം രണ്ടുപേരും ഇപ്പൊ പോകണ്ട. കാരണം എന്തെങ്കിലും ട്രാപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ ആര് രക്ഷിക്കാൻ കേട്ടോ ഫ്രാങ്കിളെ. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങോട്ട് ചാടാം. അങ്ങോട്ട് ചാടിയിട്ട് അവിടെ എങ്ങനെയാണ് നോക്കാം. എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടെങ്കിൽ ഫ്രാങ്കിളെ ഫോൺ വിളിച്ച് പറയാം. അല്ലാതെ ട്രാപ്പ് ഒന്നും ഇല്ല. അവിടെ എന്തെങ്കിലും ട്രഷറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രാങ്കിളെ അന്നാലും ഫോൺ വിളിക്കാം. ഫ്രാങ്കിൾ ട്രഷർ ഉണ്ടെങ്കിൽ ഫ്രാങ്കിളെ വന്നാൽ മതി അങ്ങോട്ട്. ട്രാപ്പ് ആണെങ്കിൽ ഫ്രാങ്കിളെ വരണ്ട. നമുക്ക് ബാക്കിയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് എന്നെ അവിടെ എസ്കേപ്പ് ആക്കാൻ വേണ്ടി നോക്കിയാൽ മതി ഫ്രാങ്കിളിനെ. കാരണം ഫ്രാങ്കിളിനെ എപ്പോഴും ഇങ്ങനെ കുഴിയിൽ ചെന്ന് ചാടിക്കഴിഞ്ഞ് ഞാൻ എങ്ങനെ രക്ഷിക്കും ഫ്രാങ്കിളിനെ? ഇപ്പൊ ഞാൻ പോയി കുഴി ചാടാം, ഫ്രാങ്കിൾ എന്നെ രക്ഷിക്കാൻ നോക്ക്. നീ പോയിട്ട് സെറ്റ് ആക്കി, ഞാൻ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഓ ഗൈസ്, അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു സ്ഥലത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ ഗൈസ്. ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കട്ടെ. ഈ വെള്ളത്തിനകത്ത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. വെള്ളത്തിൽ ചാടി ഒന്ന് ഞാൻ നോക്കട്ടെ. ഓ ഗൈസ്, ഞാൻ ആ പൂളി ചാടിയത് മാത്രം ഓർമ്മയുള്ള ഗൈസ്. ഞാൻ ഈ ഒരു സ്ഥലത്തായിട്ട് വന്ന്. ഈ സ്ഥലം എന്താ ഗൈസ്, ഫുൾ മഞ്ഞാണല്ലോ. ദേ ഒരു സൈക്കിൾ കിടക്കണ ഗൈസ്. ഈ സൈക്കിൾ ഞാൻ ഒന്ന് കേറി നോക്കട്ടെ ഗൈസ്. ഇത് എവിടെ പോകും ഗൈസ്? ഇവിടെ മൊത്തം മഞ്ഞാണല്ലോ. ഓ ഗൈസ്, ഇന്ന് എൻട്രൻസ് ആരോ ഗൈസ് താഴത്തേക്ക് എൻട്രൻസിനായിട്ട് താഴത്തേട്ട് ആരോ എന്താണ് നോക്കട്ടെ ഗൈസ്. ഇതിന്റെ അകത്തേക്ക് ഓ ഗൈസ്, ഇതിനകത്ത് കേറാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിനകത്ത് കേറിയോ നോക്കടെയാണ്. ഓ ഗൈസ്, നമ്മൾ സൈക്കിൾ ഓടിച്ച് ഇതിന്റെ അകത്ത് കേറിയ ഗൈസ്. സൈക്കിൾ അതിന്റെ അപ്പുറത്ത് ലോക്കായി പോയി. ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയാൻ പാടില്ല ഗൈസ്. ഇത് ഏതൊരു സ്ഥലം ഗൈസ്. കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട് ഈ സ്ഥലം കണ്ടിട്ട്. അയ്യോ, ഇതെങ്ങനെ ഇവിടെ എത്തി? അയ്യോ, നമ്മൾ ട്രാപ്പായി പോയ ഗൈസ്. ഇല്ല. ഓ ഗൈസ്, ദേ ഒരു സൂപ്പർ കാർ അല്ലേ ഗൈസ് ഈ കിടക്കണത്. ഞാൻ ഇതൊന്ന് കേറി നോക്കട്ടെ ഗൈസ്. നമ്മളാ പൂള് തുറന്നപ്പോ നമ്മൾ ഒരു ഗ്യാരേജ് പോലെ സ്ഥലത്തേക്ക് വന്നു ഗൈസ്. അവിടെ നിന്ന് തുറന്നപ്പോ ഇതുപോലത്തെ ഒരു സ്ഥലം ഗൈസ്. ഇതെന്താ ടോർച്ചർ റൂമാണെന്ന് തോന്നുന്നു ഗൈസ്. ദേ വേറൊരു ഷട്ടറും കാണുന്നുണ്ടല്ലോ ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട് ഗൈസ്. ഇവിടെ നിക്കാൻ എനിക്ക് പേടിയാവുണ്ട്. ഈ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഗൈസ്. എന്ത് സ്ഥലമാണ് ഗൈസ്? ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ വന്നപ്പോ കിട്ടിയതാണ് ഗൈസ് നമുക്ക് ഈ ഒരു കിടിലം വണ്ടി ഗൈസ്. ഈ വണ്ടി ഇതിന്റെ അകത്ത് എങ്ങനെ വന്ന് ഗൈസ്? നിങ്ങളൊന്ന് ഗസ് ഗൈസ്, എങ്ങനെ വന്ന് ഈ വണ്ടി? എനിക്ക് ഇപ്പൊ ഒരു ആലോചിച്ച് കിട്ടാനുള്ള ഈ വണ്ടി, ഇത്ര അടിപൊളി വണ്ടി ഇതിന്റെ അകത്ത് എങ്ങനെ വന്നെന്ന് ഗൈസ്. ഞാൻ ഈ വണ്ടി ഒന്ന് എങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഒന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കട്ടെ. ഈ ഷട്ടർ വഴി ഒന്ന് വന്ന വഴി തന്നെ ഇറക്കി നോക്കാം ഗൈസ് ഒന്ന്. ഓ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങനെ ഈ വണ്ടി പുറത്തിറക്കി ഗൈസ്. ഈ വണ്ടിയുടെ സ്പീഡ് നോക്കി ഗൈസ്. ഭയങ്കര സ്പീഡാണ് ഈ വണ്ടിക്ക്. ഭയങ്കര സ്പീഡ് തന്നെ, ഭയങ്കര സ്പീഡാണ്. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല ഗൈസ്. അത്രയ്ക്ക് സ്പീഡാണ് ഗൈസ്, അത്രയ്ക്ക് സ്പീഡാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സൂപ്പർ കാർ ഓടിക്കണത്. പിന്നെ ഈ സൂപ്പർ കാർ നമ്പർ പ്ലേറ്റ് നോക്കിയ ഗൈസ് 49RRC753 ഗൈസ്. അപ്പൊ ഈ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേര് ഞാൻ എഴുതി തന്നെങ്കിൽ ഗൈസ് നിങ്ങളുടെ പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു സീക്രട്ട് ഡോർ വഴി നമ്മൾ കണ്ടുപിടിച്ചാണ് ഗൈസ് ഇത് ഈ പോലത്തെ കിടിലം വണ്ടി.
അപ്പൊ ഈ കിടിലം വണ്ടി നിങ്ങൾക്ക് വേണ്ടി ഗീവ് ചെയ്യാണ്. നിങ്ങളുടെ പേര് നമ്മൾ ഈ വണ്ടിയിൽ അടിച്ച് നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് ഈ വണ്ടി തരുവാണ് ഗൈസ്. അപ്പൊ നിങ്ങളുടെ പേര് മടിച്ചിരിക്കാതെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ ബൈ.